പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ യുവതി മർദ്ദനത്തിന് ഇരയായെന്ന് ഡോക്ടറുടെ മൊഴി. യുവതിയോട് സ്കാനിംഗ് നടത്താൻ നിർദ്ദേശിച്ചതായും പറവൂർ താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ അന്വേഷണ സംഘത്തിന് മൊഴി നൽകി. അതേസമയം പ്രതി രാഹുലിനെ കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് PT മുഹമ്മദ് ജസീം നമുക്കൊപ്പം തത്സമയം ചേരുന്നു. ബ്രേക്കിംഗ് അവേഴ്സിൽ ഗുഡ് മോർണിംഗ് മുഹമ്മദ് ജസീം. ഇപ്പോൾ പന്തീരാങ്കാവ് പീഡനക്കേസിൽ യുവതിയുടെ കഴുത്തിലെ പാടുകളടക്കം നമ്മളും ദൃശ്യങ്ങളിൽ ആ ദിവസം കണ്ടതാണ്. ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ഡോക്ടർ നൽകിയിരിക്കുന്ന മൊഴിയിൽ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ മർദ്ദനത്തെക്കുറിച്ച്? സുജയ, ഇപ്പോൾ അന്വേഷണ സംഘം ഡോക്ടറുടെ പറവൂർ താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടറുടെ മൊഴി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇതിലാണ് യുവതി മർദ്ദനത്തിന് ഇരയായിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നത്. യുവതി വലിയ രീതിയിൽ തന്നെ ഒരു അക്രമത്തിന് ഇരയായിട്ടുണ്ട് രാഹുലിൻ്റെ അടുത്തു നിന്നും. അതുപോലെ തന്നെ ഈ യുവതിയെ ഡോക്ടർ സ്കാനിങ്ങിന് നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കുന്നുണ്ട്. ഈ മാസം 13-ാം തീയതി തിങ്കളാഴ്ചയാണ് യുവതിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നത്. ഈ നേരത്തെ കോഴിക്കോടും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ മർദ്ദനത്തിനിരയായിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അത് കൂടുതൽ വ്യക്തമാകുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ നോർത്ത് പറവൂർ താലൂക്ക് ആശുപത്രിയിൽ നിന്നുള്ള ഡോക്ടറുടെ കുറിപ്പിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇത് നിർണായകമായ ഒരു തെളിവാണ്. അന്വേഷണ സംഘത്തിന് മുന്നോട്ട് പോകാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു തെളിവ് കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഡോക്ടറുടെ മൊഴി ഈ കാര്യത്തിൽ ഈ കേസിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് നിർണായകവുമാണ് എന്നുള്ള കാര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ മർദ്ദനത്തിന് ഇരയായിട്ടുണ്ട് എന്നുള്ള കാര്യം അത് നല്ല രീതിയിൽ തന്നെ അവരുടെ ദേഹത്ത് മുറിപ്പാടുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ആ രീതിയിൽ ഇതൊരു ഗാർഹിക പീഡനം തന്നെയാണ് എന്നുള്ള രീതി ഉറപ്പിക്കുന്ന തരത്തിലാണ് ഡോക്ടറുടെ മൊഴി വന്നിട്ടുള്ളത്. സുജയ, ഓക്കെ. PT മുഹമ്മദ് ജസീമാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. മറ്റൊരു വാർത്ത